പ്രിയപ്പെട്ടവരെ, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ക്രൈസ്തവ മിഷണറിമാർ ഇത്രയും അധികം എതിർക്കപ്പെടുന്നത്? അവരൊന്നും ചെയ്യുന്നില്ലല്ലോ. അവർ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം നല്ല സേവനം ചെയ്യുന്നു, ആരോടും ശത്രുതയില്ല, ആരോടും പകയില്ല. പക്ഷേ അവർ എതിർക്കപ്പെടുകയും അവർ പീഡിപ്പിക്കപ്പെടുകയും പലപ്പോഴും ഒക്കെ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, അവരാരുടെയും എതിരെയും പോരാട്ടത്തിന് പോകുന്നില്ല, അവർ ശത്രുത ഉണ്ടാക്കുന്നില്ല. എങ്കിലും പക്ഷേ അവർ പീഡിപ്പിക്കപ്പെടുന്നു, അവർ കൊല്ലപ്പെടുന്നു. എന്തുകൊണ്ടാണിത്? അതിൻ്റെ ഉത്തരം ഇത്ര മാത്രമേ ഉള്ളൂ. ക്രൈസ്തവ മതം മറ്റു മതങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. മറ്റു മതങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വചിന്തയിൽ നിന്ന് ക്രൈസ്തവ മതം വ്യത്യസ്തമാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് പ്രധാന കാര്യം. മിശിഹ തമ്പുരാൻ ജീസസ് ക്രൈസ്റ്റ് മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിച്ച് നസറത്തിലെ സിനഗോഗിൽ എഴുന്നേറ്റ് നിന്നിട്ട് മിശിഹ തമ്പുരാൻ ജീസസ് ക്രൈസ്റ്റ് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് പറയുകയാണ്. എന്താണ് ആ ദൗത്യം എന്നറിയോ? ആ ദൗത്യം ഇതാണ് പറഞ്ഞത്: ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാൻ, കർത്താവിൻ്റെ വത്സരം പ്രഖ്യാപിക്കാൻ ഞാൻ വരുന്നു. ഇതാണ് ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാനപരമായ വ്യത്യാസം മറ്റുള്ളതിൽ നിന്നെല്ലാം. അപ്പോൾ ക്രിസ്തുവിൻ്റെ അനുയായികളുടെ അടിസ്ഥാന ദൗത്യം എന്താണെന്നറിയോ? അടിസ്ഥാന ദൗത്യം എന്ന് പറഞ്ഞാൽ ബന്ധിതർക്ക് മോചനം കൊടുക്കുക, അടിച്ചമർത്തപ്പെട്ടവരെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ പ്രവർത്തനങ്ങളെല്ലാം, അതായത് സുവിശേഷം അല്ലെങ്കിൽ ക്രിസ്തുമതത്തിൻ്റെ കാര്യങ്ങളെല്ലാം സോഷ്യൽ റിഫോർമേഷനിൽ ബേസ്ഡാണ്. അതുകൊണ്ടാണ് ഈ ആതുരാലയങ്ങളും പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം കൊണ്ടുവന്നത്. സോഷ്യൽ റിഫോർമേഷൻ എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യാനിറ്റിയുടെ ബേസാണ്. അതില്ലാതെ ക്രിസ്തുമതത്തിന് പ്രവർത്തനമില്ല, അതില്ലാതെ പിന്നെ സുവിശേഷ പ്രഘോഷണമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് അതുകൊണ്ടാണ് മറ്റ് പുരോഹിതന്മാരെ പോലെയല്ല ക്രൈസ്തവ പുരോഹിതർ. മറ്റ് പുരോഹിതർ ഇപ്പോൾ ഭഗവത്ഗീത അത് സന്യാസിമാർ അത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു, ഖുറാൻ അല്ലെങ്കിൽ അവരുടെ ഇമാം മൗലവി വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ റബ്ബി യഹൂദ മതത്തിനെ എങ്ങനെ വ്യാഖ്യാനിച്ചു, ഇതൊക്കെ ഉള്ളൂ. പക്ഷേ ഈ ക്രൈസ്തവ പുരോഹിതന്മാർ സാമൂഹിക ഇടപെടലുകളിലൂടെ നടക്കുകയാണ്. ഇവർ സുവിശേഷം അവിടം കൊണ്ട് തീരുന്നില്ല, അത് സമൂഹത്തിലേക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ജീസസ് ക്രൈസ്റ്റ് പറയുന്ന അന്ത്യവിധി ഇതാണ് മാനദണ്ഡം: എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നോ. അപ്പോൾ ആത്മീയതയെ സാമൂഹികമാക്കുകയാണ്. എനിക്ക് ദാഹിച്ചു, കുടിക്കാൻ തന്നോ. നഗ്നനായിരുന്നു, ഉടുപ്പിച്ചോ. പാർപ്പിടം ഇല്ലായിരുന്നു, പാർപ്പിടം തന്നോ. പരദേശി. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വലിയ ചൂഷണങ്ങൾ നടക്കുന്ന സമൂഹത്തിലേക്കാണ് ക്രൈസ്തവ മിഷണറിമാർ പലപ്പോഴും ചെല്ലുന്നത്. ആദിവാസി മേഖലകൾ, അങ്ങനെയുള്ള മേഖലകളിലേക്കൊക്കെയാണ്. അവിടെ എങ്ങനെയാണ്? ജന്മിമാർ അവർ അടക്കി ഭരിക്കുകയാണ്, ചൂഷണം ചെയ്യുകയാണ് ആളുകളെ. അവിടേക്കാണ് സുവിശേഷത്തിൻ്റെ വെളിച്ചം ചെല്ലുന്നത്. അവിടെ ഇവർ വന്ന് പ്രവർത്തിച്ച് ഈ പാവപ്പെട്ടവരെല്ലാം സമുദ്ധരിച്ച് അവർക്ക് വിദ്യാഭ്യാസം നൽകി അവരെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ അടക്കി വാണിരുന്ന ജന്മിമാരെല്ലാം എതിരാകുന്നു. അങ്ങനെയാണ് ഇവരോട് വിദ്വേഷവും വെറുപ്പും എല്ലാം ഉണ്ടാകുന്നത്. അതിന് ചിലപ്പോൾ മതത്തെ പോലും വർഗീയതയെ പോലും അവർ കൂട്ടുപിടിക്കുകയും ചെയ്യും. അല്ലാതെ എന്തെങ്കിലും ഒന്നും സമൂഹത്തെ മാറ്റുന്നു എന്ന പ്രവർത്തനങ്ങളിലാണ്. പ്രിയപ്പെട്ടവരെ, നോക്കുക, ലോകത്തിലെ പല സ്ഥലങ്ങളിലുള്ള വികസനങ്ങളുടെ പോലും അടിസ്ഥാനം ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനമാണ്. പല സ്ഥലത്തും ഉൾനാടൻ ഏരിയകളിൽ റോഡില്ലാത്തടത്ത് റോഡ് വെട്ടിയതും പിന്നെ വെയിറ്റിംഗ് ഷെഡുകൾ പണിതതും ഇതെല്ലാം പിന്നെ ഈ പാവപ്പെട്ടവരായിട്ടുള്ള അടിമകളായിട്ടുള്ള ആൾക്കാരൊക്കെ അവരെങ്ങനെ മരിച്ചു പോകണമെന്നൊക്കെ തന്നെയായിരുന്നു സമൂഹത്തിൻ്റെ ചിന്ത. അത് മതത്തോട് തന്നെ ബന്ധപ്പെട്ട് അങ്ങനെ ചിന്തിച്ചിരുന്നു. ചിലരങ്ങനെ തന്നെ ജനിക്കാൻ പിന്നെ അങ്ങനെ തന്നെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. കാരണം അങ്ങനെയാണ് ദൈവം അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടല്ലോ, മാതൃഭൂമി ചാനലാണ് ഒരു തവണ പ്രത്യേകിച്ച് ഒരു സുനിൽ എന്ന് പറയുന്ന ആള് ഇങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കുന്ന പിള്ളേർക്ക്. അപ്പോൾ അതിന് കാരണമായ ഒരു കാര്യം പറഞ്ഞു. അതിതാണ്, പിന്നെ ഒരു വേസ്റ്റ് കൂനയിൽ ഭക്ഷണങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കടിപിടി കൂട്ടുന്ന കുഞ്ഞുങ്ങൾ. അപ്പോൾ അവരുടെ അടുത്ത് ചെന്ന് അവരെ അതിൽ നിന്ന് മാറ്റി ഭക്ഷണമൊക്കെ കൊടുത്തു. അവരുടെ പേരൻസിൻ്റെ അടുത്ത് ചെന്ന് പറയുമ്പോൾ അവർ പറയാണ്, ഇല്ല, ഞങ്ങൾ ഒരു ദേവിയുടെ ശാപം കിട്ടിയവരാണ്, ഞങ്ങളിങ്ങനെ ഭിക്ഷ യാചിച്ച് ജീവിക്കേണ്ടവരാണ്. നോക്കുക, അങ്ങനെയുള്ള സമ്പ്രദായങ്ങളെ എല്ലാം മാറ്റിയെടുത്താണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ പോലും നമ്മൾ ഗവൺമെൻറ്റുകൾ പോലും ഈ സംവിധാനങ്ങളെ മാറ്റാൻ ശ്രമിച്ചിരുന്നില്ല. നമ്മൾ പറഞ്ഞ ഈ ക്രൈസ്തവ മിഷണറിമാരിലൂടെയാണ്, ഈ ക്രിസ്തുമതത്തിൻ്റെ പ്രഘോഷണങ്ങളിലൂടെയാണ് ഈ സാമൂഹിക മാറ്റങ്ങൾ വരികയും വലിയ വികസനങ്ങളൊക്കെ വരികയും ചെയ്യുന്നതെന്ന് പറയുന്നതിൻ്റെ
അടിസ്ഥാനമായ ചരിത്ര വസ്തുതകളുണ്ട്. ഗവൺമെൻറ്റുകൾ പോലും തയ്യാറായിരുന്നു. കാരണം മതപരമായ വിശ്വാസത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യത്തെ മാറ്റാൻ അവർക്ക് ധൈര്യമില്ലായിരുന്നു. കേരളത്തിൽ ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പോലും നായർ സമുദായത്തിലെ പിള്ളേർക്ക് പോലും പഠിക്കാൻ അവകാശമില്ലായിരുന്നു. അതിനെയൊന്നും മാറ്റാൻ അവർക്ക് ധൈര്യമില്ല. കാരണം ജന്മിമാരായിട്ടുള്ളവർ അവരുടെ പ്രക്ഷോഭം ഉണ്ടാവും. വലിയ ഇതാണ്. നമ്മൾ കാണും തിരുവിതാംകൂർ രാജവംശം ക്രിസ്ത്യാനികളാകാനായിട്ട് അവർ മുഴുവൻ തയ്യാറായിരുന്നു. പക്ഷേ അത് സാധിക്കാതെ വന്നത് ഇവിടെ നിലനിൽക്കുന്ന ഈ സമ്പ്രദായം. പക്ഷേ അവർ ക്രിസ്ത്യൻ കൾച്ചറാണ് അവർ ഫോളോ ചെയ്തത്. അതുകൊണ്ട് ഈ തിരുവിതാംകൂറിൻ്റെ വ്യത്യാസമെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പുസ്തകം തന്നെ ഇത് നോക്കുക. കേരളത്തിൻ്റെ ഇതാണ് വ്യത്യാസങ്ങളെ പറയും. മിഷണറിമാരുടെ കേരളം എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൽ തന്നെ എല്ലാ അർത്ഥവും ഉണ്ടല്ലോ, എല്ലാ സന്ദേശമുണ്ട്. എഴുതിയിരിക്കുന്ന ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ആണ്. വലിയ ചരിത്ര പണ്ഡിതനാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം വരുന്നത് അതാണ്, അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ മിഷണറിമാർ എതിർക്കപ്പെട്ടത്. ഞാനിത് പറയാൻ കാരണം ഇന്ന് സിസ്റ്റർ റാണി മരിയ, വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ രക്തസാക്ഷി ദിനമാണ്. 1995 ഫെബ്രുവരി 25 സിസ്റ്റർ റാണി മരിയ ഉദയനഗറിൽ ഇൻഡോറിൽ കൊല്ലപ്പെടുന്നത്. അപ്പോൾ അവിടെ വലിയ സാമൂഹ്യ പരിഷ്കരണം നടത്തി ഉദയഗിരിയുടെ ഇൻഡോറിൻ്റെ റാണി എന്ന് പറഞ്ഞ് അറിയപ്പെട്ടു. അപ്പോൾ അവർ സമീന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു വാടക കൊലയാളിയെ എടുത്തിട്ട് ആ വാടക കൊലയാളി സിസ്റ്ററിനെ ബസ്സിൽ വെച്ച് ഉദയനഗറിൽ നിന്ന് ഇൻഡോറിലേക്ക് വരുമ്പോൾ കൊല്ലുകയാണ്. അപ്പോൾ അതിനു മുമ്പ് പോയി പൂജയൊക്കെ നടത്തുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വിശ്വാസമായിട്ടുമൊക്കെ ബന്ധിപ്പിച്ച് പോലും അങ്ങനെ കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ ഹിംസിക്കുന്നത് അത് പിന്നെ ആ തരത്തിൽ വരികയാണ്. അപ്പോൾ അതിനോട് ചേർന്നിട്ടാണ് നമ്മൾ. പക്ഷേ ക്രിസ്ത്യാനിറ്റിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്, മറ്റ് നമ്മൾ കാണുന്നില്ല. ഈ എന്താണ് ശത്രുവിനോട് പോലും ക്ഷമിക്കുക എന്നുള്ളത് അത് നമ്മൾ കാണുന്നു. 2003-ലും 2007-ലും ഈ സിസ്റ്ററിൻ്റെ അമ്മ ഏലീശ്വാമ ഈ സമീന്ദർ സിംഗിന്റെ കൈ മുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ക്ഷമിക്കുന്നു. Subscribe now and press the bell icon. Never miss an update.